പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപായുടെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങള്, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങള്, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികള്, കണ്ടുമുട്ടുന്ന വ്യക്തികള്, ചെയ്യുന്ന കാര്യങ്ങള്, യാത്ര ചെയ്യുന്ന വാഹനങ്ങള്, ഒപ്പിടുന്ന പേപ്പറുകള്, കൈമാറുന്ന രേഖകള്, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആധ്യാത്മിക ജീവിതം ബലവത്താകണമെങ്കിൽ ദൈവം നമ്മളെ എങ്ങനെ നിരീക്ഷിക്കുന്നുവെന്ന് പഠിച്ചു വെക്കണം. നല്ലതാണ്. ഇപ്പം ഞാൻ ഇന്ന്, നാളെ, മറ്റന്നാളും ഇതിൻ്റെ ഓരോ ഘടകങ്ങൾ പറയാം. ഇപ്പം ഉദാഹരണത്തിന് ദൈവം ചോദിക്കണില്ലേ, അതായത് നീ എന്താണ് ചെയ്തത്? ഇപ്പം ചെയ്തു പോയ കാര്യങ്ങളാണ്. രണ്ടാമതൊരു ചോദ്യം ദൈവം ചോദിക്കും, നീ എന്ത് ചെയ്യുന്നു? അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തത്, നീ ചെയ്യാനിരിക്കുന്നത് ഭാവിയിൽ. അപ്പം ഈ ദൈവം നമ്മളെ നിരീക്ഷിക്കണ ഒരു വിഷയമുണ്ട്. ഞാൻ ആദ്യ ദിവസം പറയാം. ഉദാഹരണത്തിന് 33:13 എടുത്തേ. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? ഇനി ഇത് ഹവ്വായോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി ദൈവം കായനോട് ചോദിക്കും. 34:10. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? അപ്പൊ കായൻ ആബേലിനെ കൊന്നല്ലോ. അപ്പൊ അതിന് കർത്താവ് ചോദിച്ചത്, ആ കൊല കഴിഞ്ഞതിന് ശേഷം കർത്താവ് ചോദിച്ചതാണ്, നീ എന്താണ് ചെയ്തത്? അപ്പൊ ഹവ്വ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു, കർത്താവിന്റെ കൽപ്പനക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവളോട് ചോദിച്ചത്, നീ എന്താണ് ചെയ്തത്? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും, അതുകൊണ്ടാണ് ഈ അനുതാപത്തിന് പ്രസക്തി വരണത്. ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്, നീ എന്താണ് ചെയ്തത്? എന്നുവെച്ചാൽ നിന്റെ കഴിഞ്ഞ കാലം എങ്ങനെയായിരുന്നു? അതിനെപ്പോഴും നമ്മൾ മറുപടി കൊടുക്കാൻ തയ്യാറായിരിക്കണം. അതിന്റെ മറുപടി ദൈവത്തിന് പറ്റുന്ന ഒരു മറുപടിയാണ് കൊടുക്കേണ്ടത്. കായന് പറ്റിയ, ഹവ്വായ്ക്കും പറ്റിയ ഒരു വിഷയം ദൈവത്തിന് പറ്റിയ മറുപടിയല്ല അവർ കൊടുത്തത്. അതായത് ഹവ്വായോടും അതുപോലെ തന്നെ കായനോടും ദൈവം കഴിഞ്ഞ കാലത്തെ കുറിച്ച് ചോദിച്ചവരോട്, നിങ്ങൾ എന്താണ് ചെയ്തത്? പക്ഷെ ഒരു പ്രശ്നമുള്ളതേ, നമ്മൾ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരുടെ ഉത്തരം ദൈവത്തിന് സ്വീകാര്യമല്ലായിരുന്നു. ദൈവം പ്രതീക്ഷിച്ച ഉത്തരവല്ല അവർ പറഞ്ഞത്. അതാണ് അവര് ശിക്ഷയിൽ നിന്ന് വലിയ ഇളവ് ലഭിക്കാതിരുന്നതിന്റെ കാരണം. എന്താ അവളുടെ ഉത്തരം? എന്താ? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു. അതാണ് അവര് ചെയ്ത കാര്യങ്ങൾ മറ്റവരുടെ കഴുത്ത് കെട്ടിവെച്ച്. ഇത് ദൈവം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഭർത്താവ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കുഞ്ഞിനെ നീ അബോർട്ട് ചെയ്യുന്നു വിചാരിച്ചു, അത് ഭർത്താവ് ചെയ്തതെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കത്തില്ല. നീയാണത് ചെയ്തത്. കാര്യം നിന്റെ വയറ്റിലാണ് കർത്താവ് കുഞ്ഞിനെ തന്നത്. അപ്പം അതിൻ്റെ പൂർണ്ണ അവകാശവും കൂടെ. പക്ഷെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം വേറെ ആര് പറഞ്ഞെന്ന് പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. അല്ലെങ്കിൽ നിന്റെ ജീവന് കേടുണ്ടാകണം, അത് ഡോക്ടർ പറയണം. അപ്പൊ
അത് പോലെ തന്നെയാണ് കായൻ എന്ന് പറഞ്ഞത്. കായൻ കൊടുത്ത മറുപടിയും ദൈവത്തിന് സ്വീകാര്യമല്ലായിരുന്നു. എന്താണ് കായൻ പറഞ്ഞെന്ന് നോക്കിയേ, 34:9. കർത്താവ് കായനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ. ഇതാണ് ഒരു പ്രശ്നം കണ്ട. അതായത് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരം നമ്മൾ കൊടുക്കണം. അല്ലാതെ നമ്മളുടെ അപരാധങ്ങള് നീതീകരിക്കുന്ന ഒരു ഉത്തരം കൃപാദായകമല്ല. ഒരു സാധനം ദൈവം ഏക്കത്തില്ല. അത് നീ എന്താണ് ചെയ്തത് നീ തന്നെ ഏക്കണം. അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടത്? അനുതാപമാണ് അവിടുത്തെ മാർഗം. ലോകത്തിലെ ഏറ്റവും നല്ല അനുതാപം നടത്തിയത് ദാവീദിനോട് ചോദിച്ചായിരുന്നു ദൈവം. ഉറിയായെ കൊന്നു കഴിഞ്ഞപ്പോഴും ദാവീദിനോടും ദൈവം ചോദിച്ചായിരുന്നു, നീ എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞത് കായനോടും ചോദിച്ചു, ഹവ്വായോടും ചോദിച്ചു. ഇവർ രണ്ടുപേരും പറഞ്ഞ ഉത്തരങ്ങൾ പ്രാക്കപ്പെട്ട ഉത്തരങ്ങളാണ്. മറ്റുള്ളവരുടെ കഴുത്തെ കെട്ടിവെക്കുകയും സ്വയം ഉത്തരവാദിത്തം ഒഴിയണ രീതിയിലാണ്. ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത്, എന്ത് മിസ്റ്റേക്ക് സംഭവിച്ചാൽ എൻ്റെ മക്കൾ ഫ്ലാറ്റായിട്ട് അതിൽ നിന്ന് കഴിവ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഉൽപ്പത്തിയുടെ പാഠങ്ങൾ നൽകുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളെ അസസ് ചെയ്യണം. കഴിഞ്ഞ കാലങ്ങളിലെ ഒരു സാധനവും അത് നമ്മൾ ചെയ്ത തെറ്റ് മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ടാണെന്ന അങ്ങനെയുള്ള ഉത്തരങ്ങളൊന്നും അനുതാപത്തിൽ ദൈവം പ്രതീക്ഷിക്കണില്ല. ഫ്ലാറ്റായിട്ട് ആ വിഷയം ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശുവിനെ ഏറ്റെടുപ്പുകാരൻ എന്ന് പറയാൻ കാര്യം. നമ്മുടെ ഭാരങ്ങളാണ് ഈ മനുഷ്യൻ ഏറ്റെടുക്കാത്ത ഭാരങ്ങള് ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഈശോ മനുഷ്യാവതാരം സ്വീകരിച്ചത്. അതാണ് ഈശോനെ ഏറ്റെടുപ്പുകാരൻ എന്ന് പറയുന്നത്. ഐശയൊക്കെ പറയണില്ലേ, നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നതെന്നൊക്കെ ആ അർത്ഥത്തിലാണ്. അപ്പോഴ് അതിന് വേണ്ടി നമ്മള് ഈ വിഷയം, കർത്താവേ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചു പോയി, എന്നോട് ക്ഷമിക്കണം, ഇനി ആവർത്തിക്കത്തില്ല, എന്നെ അനുഗ്രഹിക്കണം. അങ്ങനെ ഒരു നിലപാടാണ് ഭാവി ജീവിതത്തിൽ ഭൂതകാലത്ത് സംഭവിച്ചു പോയ വിഷയങ്ങളെക്കുറിച്ച് ദൈവ സന്നിധി ഒരു നിക്കക്കള്ളി കിട്ടാൻ വേണ്ടി നമുക്ക് കൈവരിക്കാൻ പറ്റുന്ന നിലപാട്.